വെൽക്കം ബാക്ക്. SCRT ക്ലാസ് 7 പിന്നെ സയൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് തുടർച്ചയായിട്ട് കുറച്ച് ഭാഗം കൂടി പറയാം. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്ലിനിക്കൽ തെർമോമീറ്റർ. മനുഷ്യശരീരത്തിലെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. താപനില അളക്കാൻ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലബോറട്ടറി തെർമോമീറ്റർ. താപമുണ്ടാകുമ്പോൾ കരവസ്തുക്കളും ദ്രാവകങ്ങളും വാതകങ്ങളും വികസിക്കുകയും താപം നഷ്ടപ്പെടുമ്പോൾ അവ സങ്കോചിക്കുകയും ചെയ്യുന്നു. കരവസ്തുക്കളുടെ താപീയ വികാസവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ. ഇലക്ട്രിക് പോസ്റ്റിലെ വൈദ്യുതി കമ്പികൾ വേനൽക്കാലത്ത് അയഞ്ഞു പോകുന്നു. ഉറച്ചുപോയ പെൻ ക്യാപ്പ് ചെറുതായി ചൂടാക്കി ഊരിയെടുക്കുന്നു. മുറുകിയ സ്റ്റീൽ ചോറ്റുപാത്രത്തിന്റെ അടപ്പ് ചൂടാക്കി തുറക്കുന്നു. പകൽ കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കടൽക്കാറ്റ്. ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂടുപിടിക്കുന്നതിനാൽ പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ്. കരയുടെ മുകളിലൂടെ വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് വരുമ്പോൾ കടലിൽ നിന്നുള്ള ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനെ കടൽക്കാറ്റ് എന്ന് പറയുന്നു. രാത്രിയിൽ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റ് കരക്കാറ്റ്. രാത്രിയിൽ കരയ്ക്ക് മുകളിലുള്ള വായുവിന് കടലിന് മുകളിലുള്ള വായുവിനെ അപേക്ഷിച്ച് ചൂട് കുറവായിരിക്കും. കടലിന് മുകളിലുള്ള വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുമ്പോൾ കരയ്ക്ക് മുകളിലെ വായു കടലിലേക്ക് പ്രവഹിക്കുന്നു. ഇതാണ് കരക്കാറ്റ്. ഓക്കെ, താങ്ക് യു.